അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണൻ, അതായത് വഖഫ് ഭൂമിയുടെ പേരിൽ പലയിടത്തും തർക്കങ്ങളുണ്ടായി. ഗ്രാമങ്ങൾ, ചില ഗ്രാമങ്ങൾ, ജനം ടി വി റിപ്പോർട്ട് ചെയ്തതാണ്, എക്സ്ക്ലൂസീവായിരുന്നു അത്. തിരുച്ചെന്തൂരിലെ ഒരു ഗ്രാമമാകെ, അവിടുത്തെ കർഷകരാകെ, കൃഷിഭൂമിയാകെ വഖഫിൻ്റേതാണെന്ന് അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു എന്ന വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടതാണ്. അപ്പോൾ ചില ഗ്രാമങ്ങൾ ഒന്നാകെ പോലും വഖഫ് ആകുന്ന നിലയുണ്ടായി. അതുകൊണ്ടാണ് സർക്കാർ പറഞ്ഞത് തുടർവാദത്തിൽ നിയമനിർമ്മാണത്തിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു, ജനങ്ങൾ എന്താണ് പറഞ്ഞത്, അവരുടെ ആവശ്യം എന്തായിരുന്നു, അവരുടെ പരാതി എന്തായിരുന്നു എന്നൊക്കെ ഞങ്ങൾ പഠിച്ചതാണ് എന്ന് സർക്കാർ പറഞ്ഞത്. നോക്കൂ, സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ബോധ്യപ്പെടുത്താനോ നീക്കം? യാതൊരു സംശയവുമില്ല. സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള താല്പര്യമെന്ന് പറഞ്ഞാൽ, ഒന്ന്, വഖഫ് ഭൂമി യഥാർത്ഥ വഖഫ് എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ടു അള്ളാ. ആ ഡെഡിക്കേറ്റഡ് ടു അള്ളാ എന്ന യഥാർത്ഥ വഖഫ് ഭൂമി ഏതൊക്കെയാണ്, അതിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കണം. അതിന് കൃത്യമായ പ്രമാണം ഉണ്ടാവണം, രജിസ്ട്രേഷൻ ഉണ്ടാവണം. അത് ഏതൊക്കെയാണ് ഭൂമി എന്ന് കൃത്യമായി അറിയണം. അങ്ങനെ വഖഫ് എന്ന് പറയുന്നതിനെ ഒരു വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധനയിലൂടെ അതിനെ കോർത്തിണക്കുക എന്ന അടിസ്ഥാനപരമായ സമീപനം ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. അതിനു മുമ്പ് എനിക്ക് സേനാപതി വേണുവിനോട് ചോദിക്കാനുള്ളത്, മിസ്റ്റർ വേണു, നിങ്ങളുടെ ലീഗ് MLA ഈ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം എഴുന്നേറ്റ് നിന്ന്, ഓൺ റെക്കോർഡാണ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞത്, ലീഗ് MLA എഴുന്നേറ്റ് എന്ന് പറഞ്ഞത് മുനമ്പം ഭൂമി വഖഫിൻ്റേതാണ്, ഒരു കോംപ്രമൈസും ഇല്ല, വഖഫിൻ്റേതാണ് ലീഗ് MLA. രണ്ടാമത്തെ കാര്യം വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു. രണ്ടാമത്തത്, ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന മന്ത്രി, ആ മന്ത്രി നിയമസഭയിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞങ്ങൾ തൽക്കാലം അവർക്ക് നികുതി അടക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആ ഭൂമിയിൽ നിന്ന് അവർ മാറണം, അത് വഖഫ് ഭൂമിയാണ്. ഞാൻ ചോദിക്കട്ടെ, VD സതീശൻ ഉണ്ടായിരുന്നില്ലേ വേദിയിൽ? നിങ്ങളുടെ ലീഗ് MLA എഴുന്നേറ്റ് നിൽക്കുമ്പോൾ 10 മിനിറ്റിനുള്ളിൽ പരിഹരിക്കാമായിരുന്നില്ലേ ലീഗ് MLA അവിടെ പിടിച്ചിരുത്തിയിട്ട്? മന്ത്രി ഇത് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്ന് മന്ത്രിയുടെ മുമ്പിൽ ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം VD സതീശൻ കാണിച്ചോ? ഇനി ഞാൻ വീണ്ടും പറയാം, 2013 അമെൻമെൻറ്റ് പ്രകാരം 1970 കാലഘട്ടത്തിൽ തുടങ്ങിയ കേസാണ് 200 ഭൂമിയുടെ കേസ്. 200 ഭൂമിയുടെ കേസ്. അത് 43 കൊല്ലം ഇന്ത്യൻ യൂണിയൻ വേഴ്സസ് വഖഫ് ബോർഡുമായിട്ട് കേസ് നടന്നു. വഖഫ് ബോർഡ് പാലം, വിമാനത്താവളം അടക്കം, സുപ്രീം കോടതി ഇരിക്കുന്ന സ്ഥലമടക്കം, ഇന്ത്യൻ പാർലമെൻ്റ് അടക്കം, ഡൽഹിയിലെ കണ്ണായ സ്ഥലങ്ങൾ പലതും വഖഫിൻ്റേതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേസ് നടത്തി. ആ കേസ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തുടങ്ങിയതാണ്. ഏറ്റവും അവസാനം മൻമോഹൻ സിംഗിൻ്റെ കാലം വരെയുള്ള കാലഘട്ടത്തിൻ്റെ ഏറ്റവും 2013 ആരോടും ചോദിക്കാതെ അതെല്ലാം അതിൽ 123 അത് വഖഫിന് അങ്ങോട്ട് വിട്ടുകൊടുത്തു. നിങ്ങൾ നിങ്ങളുടെ മന്ത്രിസഭ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കി സകല കുഴപ്പങ്ങളും ഉണ്ടാക്കി മന്ത്രിസഭ പോകുമെന്ന് കണ്ടപ്പോൾ മുസ്ലിം മതത്തിൻ്റെ സപ്പോർട്ട് കിട്ടാൻ 123 സ്ഥലങ്ങൾ അങ്ങ് വഖഫ് ബോർഡിന് എഴുതി കൊടുത്തു. 43 വർഷം കേസ് നടത്തിയ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ചെയ്തത്? കിരൺ റിജ്ജു മുനമ്പത്ത് വന്നപ്പോൾ നിങ്ങൾ പറയുന്നത് അതിൻ്റെ പിന്നിൽ മതം ഉണ്ടായിരുന്നു എന്നാ. എൻ്റെ പൊന്നു സുഹൃത്തെ, കിരൺ റിജ്ജു ഇന്ത്യൻ പാർലമെൻറ്റിൽ മുനമ്പത്തെ പേര് പറഞ്ഞിട്ടാണ് മുനമ്പത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമത്തെക്കുറിച്ച് പറഞ്ഞത്. മുനമ്പം എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. അത്രയേറെ കൺസേൺ ഉണ്ട് ഞങ്ങൾക്ക് മുനമ്പത്തെ വിഷയത്തിൽ. ഈ കേരളത്തിലെ മുനമ്പത്തെ വിഷയത്തിൽ ഞങ്ങൾക്ക് കൺസേൺ ഉണ്ട്. ഇന്ത്യയിലുള്ള പല സ്ഥലത്തെ വിഷയത്തിലും ഞങ്ങൾ കൺസേൺ ഉണ്ട്. കിരൺ റിജ്ജു മുനമ്പത്ത് പോയതുപോലെ അവിടെ എല്ലാം പോവും, തമിഴ്നാട്ടിൽ പോകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അപ്പം നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നം ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് BJP ഈ വിഷയത്തിൽ ഇടപെട്ടതാണ്. BJP വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നപ്പോൾ കേരളത്തിലെ കത്തോലിക്ക സഭ പറഞ്ഞു ആ ബില്ലിനെ പിൻവലിക്കണം, ആ ബില്ലിനെ പിന്തുണയ്ക്കണം. നിങ്ങൾ കോൺഗ്രസിലെ CPM-ലെ കോൺഗ്രസിലെ ഒരൊറ്റ ക്രിസ്ത്യാനി MP പോലും പിന്തുണച്ചില്ല എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സഭയെ അപമാനിച്ചു. കോൺഗ്രസ് MPമാർ ക്രൈസ്തവ സഭയെ അപമാനിച്ചു. അപ്പം കിരൺ റിജ്ജു നിയമം കൊണ്ടുവന്ന് ഈ വഖഫ് പുതിയ ഭേദഗതി നിയമം മുനമ്പത്തിന് ബാധകമാണെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ വന്നപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഭയങ്കര അസൂയ
നിങ്ങൾക്ക് എല്ലാവർക്കും വല്ലാത്ത വിഷമം. കാരണം BJP രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. സുരേഷ് ഗോപി വന്നതോടുകൂടി മുനമ്പം വിഷയം ദേശീയ ശ്രദ്ധ ആകർഷിച്ചു. അപ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് BJPയോട് ഇത്രയും കാലം BJP വർഗീയത BJP എന്ന് പറഞ്ഞാൽ വർഗീയത എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ ഇപ്പോൾ BJPയും ക്രൈസ്തവ സഭയുടെ ഒരു കാര്യത്തിൽ ഇടപെട്ടപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം അത് നിങ്ങൾ മുനമ്പത്തെ ജനങ്ങളെ ഇല്ലാതാക്കാൻ നോക്കിക്കൊണ്ട് ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ വഖഫ് ഭേദഗതി നിയമത്തെ നിങ്ങൾ പിന്തുണയ്ക്കണമായിരുന്നു. ആത്മാർത്ഥത നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ, മുനമ്പത്തെ ജനങ്ങളോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ വഖഫ് ഭേദഗതി നിയമത്തെ നിങ്ങൾ പിന്തുണയ്ക്കണമായിരുന്നു. ഏറ്റവും കുറവ് ആ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന സെക്ഷൻ 40 നിങ്ങൾ അംഗീകരിക്കണമായിരുന്നു. ഇതൊന്നും നിങ്ങൾ ചെയ്തില്ല. എന്നിട്ട് നിങ്ങൾ പറയാം 10 മിനിറ്റുള്ളിൽ പരിഹരിക്കാമെന്ന്. നിങ്ങളാണ് വാസ്തവത്തിൽ മുനമ്പത്തെ ജനങ്ങളെ ചതിക്കുന്നത്. നിങ്ങളാണ് വാസ്തവത്തിൽ മുനമ്പത്തെ ജനങ്ങളെ ഇല്ലാതാക്കാൻ പോകുന്നത്. ഈ സുപ്രീം കോടതി സ്റ്റേ കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം അതിൻ്റെ കൃത്യമായ കാര്യങ്ങളിൽ, അതിൻ്റെ ക്രക്സ് എന്ന് പറയുന്ന ഈ നിയമത്തിൻ്റെ ക്രക്സിൽ സുപ്രീം കോടതി തൊട്ടിട്ടില്ല. ആകെ 3 കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ 3 കാര്യം അപ്രധാനമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനെ വലിയ ഇതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മിസ്റ്റർ ദേവൻ ഇവിടെ സ്റ്റാലിൻ ദേവൻ ഇവിടെ സൂചിപ്പിച്ചത്. 103ഉം 200ഉം വർഷമായി കയ്യിലിരിക്കുന്ന ഭൂമി എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തില്ല? നിങ്ങൾ നോക്കിക്കോളൂ. ആ ഭൂമി രജിസ്റ്റർ ചെയ്യാനായിരിക്കും ഒരുപക്ഷെ സുപ്രീം കോടതി പറയുക. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് അത് രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാത്ത ഏത് ഭൂമിയും നാളെ വഖഫായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവാൻ പോകുകയാണ്. അതിനെ ഭയപ്പെടുന്നു ഇവിടുത്തെ ചില ആളുകൾ. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഭയപ്പെടുന്നു. അങ്ങനെ ഭയപ്പെട്ടിട്ട് കാര്യമില്ല. നല്ല നട്ടലുള്ള സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. ഇവരെന്ത് ബഹളം വെച്ചാലും ശരി, ഇവരെന്തൊക്കെ കാണിച്ചാലും ശരി, നീതിയും നിയമവും പരിഗണിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യം, അത് രേഖകളുണ്ടായാൽ തീരുന്നതല്ലേ ഉള്ളൂ എന്ന വാദം, അതല്ലേ അങ്ങ് പറഞ്ഞില്ല? അല്ല, ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ എനിക്ക്? അതായത് വ്യാജാവകാശവാദങ്ങൾ ഉന്നയിക്കാം വഖഫ് ഭൂമിയുടെ മേൽ, അത് വഖഫാണ് എന്ന് സ്വയം തീരുമാനിക്കാം, അതൊക്കെ മാറുകയാണല്ലോ. അതൊക്കെ മാറി. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെക്ഷൻ 40 എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റീസൺസ് ടു ബിലീവ് ഉണ്ടെങ്കിൽ എടുക്കാം. പക്ഷേ അതേ വേർഡിങ്സ് തന്നെ 1954 നെഹ്റു കൊണ്ടുവന്ന ആക്റ്റിലും ഉണ്ടായിരുന്നു. ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എല്ലാവർക്കും സിവിൽ കോടതിയിൽ പോയി അവിടെ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും ലോ ഓഫ് ലിമിറ്റേഷനും അഡ്വേഴ്സ് പൊസിഷനും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് പരിഹാരം കിട്ടുമായിരുന്നു. അപ്പോൾ 1995 ഈ പുതിയ വഖഫ് ആക്ട് വന്നപ്പോഴാണ് ഈ സിവിൽ കോടതിയെ മാറ്റി ഒരു പേരിട്ട് കൊടുത്തു. സിവിൽ കോടതിക്ക് തുല്യമായിരിക്കും എന്ന വഖഫ് ട്രിബ്യൂണലിനെ കൊണ്ടുവന്നു. അതിൽ സിവിൽ പ്രൊസീജിയർ കോഡോ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റോ ലിമിറ്റേഷനോ ഒന്നും തന്നെ ഉണ്ടായില്ല. പക്ഷേ അതായിരുന്നു ഈ പ്രശ്നം അത്രയും ഉണ്ടാക്കിയത്. അപ്പോൾ ഈ സെക്ഷൻ 40 ആധിപത്യം ഊട്ടി ഉറപ്പിക്കപ്പെട്ടു. എന്താണ്? വഖഫ് ട്രൈബ്യൂണലിൽ ഒരു എവിഡൻസിനും വിലയില്ലാത്തൊരു അവസ്ഥ വന്നു. പക്ഷേ ഇപ്പോഴും ഇത്രയും നല്ല രീതിക്ക് വളരെ ഹാർഡ് വർക്ക് ചെയ്ത ഒരു അമെൻമെൻറ്റ് ഭേദഗതി ചെയ്തു എങ്കിലും ഞാൻ ആർട്ടിക്കിൾ 14 അടിസ്ഥാനത്തിൽ നിങ്ങളെ രണ്ടുപേരോടും ചോദിക്കുകയാണ്. ഇത് ഈ ഒരിടത്ത് എനിക്ക് ഒരു സിവിൽ വസ്തുസംബന്ധമായ കേസുണ്ടെങ്കിൽ സിവിൽ കോടതിയിൽ പോകുന്നതിന് തുല്യമായ രീതിക്കല്ലേ ഈ ട്രൈബ്യൂണലിലും എന്നെ പരിഗണിക്കേണ്ടത്? അവിടെ ഇതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുമില്ല. അവിടെ പിന്നെ വെറും ഒരു അപ്പീൽ പ്രൊവിഷൻ മാത്രം വെച്ചതുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഈ വിക്ടിമിന് എങ്ങനെയാണ് ന്യായം കിട്ടുക? ഒന്നുകിൽ ഈ വഖഫ് ട്രൈബ്യൂണലിനെ അബോളിഷ് ചെയ്യണമായിരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ സിവിൽ കോടതികൾ എന്തൊക്കെ നിയമങ്ങൾ ആപ്ലിക്കബിൾ ആണോ അവയെല്ലാം കൂടി വഖഫ് ട്രൈബ്യൂണലിലും കൊണ്ടുവരണമായിരുന്നു. അത് ഇപ്പോഴും ഒരു വലിയ ഭരണഘടനാ ലംഘനമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. കാരണം നാളെ എൻ്റെ വസ്തു എടുത്തു കഴിഞ്ഞാൽ ഞാൻ ട്രൈബ്യൂണലിൽ പോവുകയാണെങ്കിൽ എനിക്ക് അവിടെ ഈ സിവിൽ കോടതിയിൽ കിട്ടേണ്ട എല്ലാ പരിഗണനയും എനിക്ക് വഖഫ് ട്രൈബ്യൂണലിലും കിട്ടാൻ അർഹതയുണ്ടെന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്, ആർട്ടിക്കിൾ 14. ഇവിടെ ഈ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒരു വലിയ ലംഘനം, ഭരണഘടനാ ലംഘനം, മൗലികാവകാശ ലംഘനം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ശരി.